ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് കുറച്ച് നാളായല്ലേ, കുറച്ചായി വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളെ കാണുന്നത് തന്നെ ഏതെങ്കിലും ബസ് സ്റ്റാൻഡിൽ പോയിരിക്കുകയാണെന്ന് വിചാരിക്കേണ്ട കേട്ടോ. നമ്മൾ ഇപ്പോൾ ഇരിക്കുന്നത് നമ്മുടെ ഫിനിഷിംഗ് പോയിൻറ്റിലിരിക്കുകയാണ്, ആലപ്പുഴയിലുള്ള. ഇതൊക്കെ ഞാൻ കുറേ വീഡിയോസിലും ടി വിയിലും ഒക്കെ കണ്ടിട്ടുള്ളതല്ലാണ്ട് നേരിട്ട് കാണുന്നത് തന്നെ ആദ്യമായിട്ടാണ്. ആലപ്പുഴക്കാരിയാന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല, ആദ്യമായിട്ടാണ് കാണുന്നത്. ആദ്യമായിട്ടാണ് ഹൗസ് ബോട്ടിൽ കയറുന്നതും. എന്നെപ്പോലെ ആരെങ്കിലുമൊക്കെ ഉണ്ടോ ഇത്രയും നാളായിട്ട് ഹൗസ് ബോട്ടിൽ കയറാത്തത്? അല്ലെങ്കിൽ ഇപ്പോൾ കയറിയതേ ഉള്ളൂ, ഒരു വട്ടമെങ്കിലും കയറിയിട്ടുള്ളവരൊക്കെ ഉണ്ടോ? അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഇത്രയും പേര് ഞങ്ങൾ ആ കാണുന്ന ഹൗസ് ബോട്ടിലേക്കാണ് കയറാൻ പോകുന്നത്. ഇന്നൊരു യാത്രയെന്ന് വെച്ചാൽ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ വാപ്പിയുടെ അവരുടെ 84 ബാച്ചുണ്ട്. പോലീസിൽ കയറിയപ്പോൾ തൊട്ടുള്ള എന്ന് വെച്ചാൽ അത്രയും പേര് അടങ്ങിയിട്ടുള്ള ബാച്ചിൽ എല്ലാവരും കൂടിയിട്ട് എല്ലാ വർഷവും ഒരു റീയൂണിയൻ പോലെ ഒരു റിട്ടയർ ആയതിനു ശേഷം നടത്തുന്നതാണിതെല്ലാം. അപ്പോൾ അത് ഈ പ്രാവശ്യം നടത്തുന്നത് നമ്മുടെ ആലപ്പുഴ വെച്ചാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒട്ടുമിക്ക പേരും അവരുടെ ഫാമിലീസൊക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഞങ്ങളും അങ്ങനെ ഫാമിലി ആയിട്ടാണ് പോകുന്നത്. അപ്പം അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നിട്ട് അതിൻ്റെ അകത്തോട്ടൊക്കെ കയറി, ഹൗസ് ബോട്ടിലൊക്കെ കയറി. ഇവൻ നല്ല ബഹളമായിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഫംഗ്ഷൻ നടക്കുന്നതൊന്നും ഇനാഗ്രേഷനൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഞാൻ ഇവനെ കൊണ്ട് ഈ മുറിക്കാതിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ബാക്കിയൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഇവന് കുറച്ച് നേരമെങ്കിലും മാറി നിന്നിട്ട് വേറെ വീഡിയോസൊക്കെ എടുത്തിട്ടുള്ളെങ്കിൽ വേറൊരു അങ്കിളുടെ ഒരു കൊച്ചുമോളുണ്ടായിരുന്നു കളിക്കാൻ. അതുകൊണ്ട് മാത്രമാണ് അവൻ കുറച്ച് നേരമെങ്കിലും മുറിക്കാതിരുന്ന് സ്വസ്ഥമായത്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം കലാപരിപാടി. ഈ അങ്കിളുടെ റോയ് അങ്കിൾ, ഇത് വായിച്ചുകൊണ്ടിരിക്കുന്ന റോയ് എന്നാണ് കേട്ടോ അങ്കിളുടെ പേര്. ആ അങ്കിൾ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയം തൊട്ട് ആ വാപ്പ കുറേ നേരം കൊണ്ട് അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക. നന്നായിട്ട് എൻജോയ് ചെയ്തിരിപ്പുണ്ടായിരുന്നു എൻ്റെ കൂട്ടത്തിൽ. നമുക്ക് വന്ന ഉടനെ തന്നെ നമുക്ക് ഒരു വെൽക്കം ഡ്രിങ്ക് ആയിട്ടുള്ള നാരങ്ങ വെള്ളം കിട്ടിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിച്ചതിന് ശേഷമാണ് കുടിച്ചതിന് ശേഷമാണ് കേട്ടോ ഇനാഗ്രേഷനൊക്കെ നടന്നത്. അതൊക്കെ ഒന്നും എടുക്കാൻ പറ്റില്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതിൻ്റെ കൂട്ടത്തിൽ ഇവർക്ക് മൊമെൻറ്റും കൂടെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവർ പ്രാവശ്യം 40 വർഷം തികയാണ്. അപ്പോൾ അവർ ഇതിനകത്തോട്ട് അത് പോലീസിൽ വന്നിട്ട് അപ്പോൾ അതിൻ്റേതായിട്ട് ആലപ്പുഴ ഒരു റീയൂണിയനിൽ വന്നതുകൊണ്ട് അവർക്ക് അവിടെ വന്നതിൻ്റെ ഒരു മൊമെൻറ്റുമായിട്ട് കൊടുത്തതാണ് നിങ്ങൾ നേരത്തെ കണ്ടത്. അതിനുശേഷം ഓരോരുത്തരുടെ പരിപാടി ഉണ്ടായിരുന്നു. കുറേ പേര് പാട്ടും ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു. ഇവാൻ്റെ ഡാൻസും ഉണ്ടായിരുന്നു. അതിനകത്ത് കുറച്ചൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുള്ളൂ. ആ വൈൽഡ് കളറിലെ ഷർട്ട് ഇട്ടിരിക്കുന്ന ആ അങ്കിളുടെയൊക്കെ പാട്ടുണ്ടായിരുന്നു. അത് കുറേയൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റുന്നതൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ബാക്കി ഉണ്ടെങ്കിൽ ഉള്ളതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇവരുടെ ഡാൻസും പരിപാടിയൊക്കെ കാണാൻ അതിൻ്റെ കൂട്ടത്തിൽ മൊമെൻറ്റോ കൊടുക്കുന്ന ചടങ്ങുണ്ട്. അതൊക്കെ കുറച്ചൊക്കെ ഫോട്ടോസ് എടുക്കുന്നുള്ളൂ. അതിനകത്ത് കുറേ പേർക്ക് ഇന്ന് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അന്ന് വരാമെന്ന് പറഞ്ഞിരിക്കുന്നവർക്കും പെട്ടെന്നുള്ള കാരണങ്ങൾ കാരണം വരാൻ പറ്റാതെയും കുറേ പേര് ഇപ്പോൾ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളവരുടെയൊക്കെ മൊമെൻറ്റും കൂടെ വന്നവർക്കുള്ള ഇതിനകത്ത് കൊടുത്തു വിട്ടിട്ടുണ്ട്. കാരണം തിരുവനന്തപുരം തൊട്ട് കണ്ണൂർ വരെയുള്ള ആളുകളൊക്കെ വന്നിട്ടുണ്ട്. ഈ ഞങ്ങളൊക്കെ തലേന്ന് വന്നവരാണ്. തലേന്ന് ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവരൊക്കെ. അതൊന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ വാപ്പിക്കൊക്കെ മൊമെൻറ്റോ എടുക്കും. ലാസ്റ്റാണ് വാപ്പിക്കൊക്കെ മൊമെൻറ്റോ എടുത്തത്. പിന്നെ ആസ് യൂഷ്വൽ ഇവരുടെ വാപ്പി പറയുന്നുണ്ടായിരുന്നു അധികം ഫാമിലി മെമ്പേഴ്സൊക്കെ ഉള്ളതുകൊണ്ടാണ് അധികമൊന്നും ഇവരുടെ ഡാൻസൊന്നും കാണാഞ്ഞത്. അല്ലെങ്കിൽ കുറേ ഡാൻസും വേറെയൊക്കെ കാണാമായിരുന്നു. കുറച്ചൊക്കെ ഇതുണ്ടായിരുന്നെങ്കിൽ നല്ല അടിപൊളിയായിരുന്നു. കാരണം നമ്മളിങ്ങനെയൊന്നും കണ്ടിട്ടില്ലല്ലോ അധികമൊന്നും. ഇവരുടെ കൂടെ കൂടുമ്പോഴൊക്കെ ഉള്ളേ ഉള്ളൂ ഇങ്ങനെയൊക്കെ കാണുന്നത്. ഇവരുടെയൊക്കെ കുറേ എക്സ്പീരിയൻസൊക്കെ പറയുന്നുണ്ടായിരുന്നു. ചെന്ന് കഴിയുമ്പോഴുള്ള അവരുടെ ഈ ക്യാമ്പിലൊക്കെ ഉണ്ടാകുന്ന കഴിക്കാൻ ഫുഡ് പോലും ചിലപ്പോൾ കാണത്തില്ല. നമുക്ക് രാവിലെ പരേഡിന് പോകുന്നതും ഇങ്ങനെ വിശന്നിരിക്കുന്നതും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നത്, സ്ട്രിക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. അതിനകത്ത് കുറേ തമാശകളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക്
ഫുഡ് കഴിക്കാൻ വേണ്ടി ഉച്ചയ്ക്കായപ്പോൾ ഒരു സ്ഥലത്ത് ഒരു പോയിന്റിലെത്തിയപ്പോൾ അവർ നിർത്തിയിട്ടുണ്ടായിരുന്നു. എവിടെ കറക്റ്റെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. അപ്പോൾ നമ്മൾ നിർത്തിയതുപോലെ കുറച്ച് ഹൗസ് ബോട്ട്സും ഇതുപോലെ ഓരോരോ സ്ഥലത്ത് ഇങ്ങനെ നിർത്തിയിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ബാക്കി അവിടെ നന്നായിട്ട് ഒത്തിരി ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം ഇവാനും ഉണ്ടായിരുന്നു. ഇവാൻ നല്ല അടങ്ങിയിരിക്കുന്ന മോനായതുകൊണ്ട് എനിക്കൊന്നും നന്നായിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ അവിടെ സൈഡിൽ പാട്ട് പാടുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ പറയുന്നുണ്ട്, നിങ്ങൾ ഫുഡ് കഴിച്ചോ, അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഒരു എൻജോയ്മെൻറ്റ് പോലെ ഞങ്ങളും പാട്ട് പാടുന്നൊക്കെ ഉണ്ട്. അതൊക്കെ നേരത്തെ കുറച്ച് മുമ്പ് കണ്ട ഇതിനകത്തൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞ് വീണ്ടും യാത്ര തുടങ്ങി. അവരുടെ കലാപരിപാടി വീണ്ടും തുടങ്ങുന്നുണ്ടായിരുന്നു. ഇപ്പോൾ സീസൺ ആയതുകൊണ്ട് ഒത്തിരി ഹൗസ് ബോട്ട്സ് ഇതുപോലെ പോകുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പം ലാസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ചായ വന്നായിരുന്നു ലാസ്റ്റ്. ഇടയ്ക്കൊക്കെ ഉള്ളതൊന്ന് സ്കിപ്പ് ചെയ്ത് ഞാൻ എടുത്തു, കാരണം ഒത്തിരി ഉണ്ടാവും പാട്ട് പാടുന്നതും ഡാൻസ് കളിക്കുന്നതൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു, കുറേ പേരുണ്ടായിരുന്നു. അപ്പം കണ്ട അവരുടെ പുറകിലത് ഫ്ലെക്സ് വെച്ചിരിക്കുന്ന BNB കൊളപ്പറമ്പ് 84 ബാച്ചിലാണ് ഇവരെല്ലാവരും ഉണ്ടായിരുന്നത്. എല്ലാവരും അതിൽ കുറച്ച് പേര് മരിച്ചു പോയിട്ടുണ്ട്. അവരുടെ പേരൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ലാസ്റ്റ് ആയപ്പോൾ ഉള്ള ലാസ്റ്റത്തെ ആ പാട്ടോടുകൂടി എല്ലാം അവസാനിച്ചു. കാരണം കുറച്ച് നേരത്തെ ഞങ്ങൾ കരക്കടുപ്പിക്കാൻ അവർ പറയുന്നുണ്ടായിരുന്നു. കാരണം കണ്ണൂർ തൊട്ട് ഉള്ളവരുണ്ടല്ലോ, അവർക്ക് ട്രെയിനൊക്കെ കുറച്ച് സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന സമയത്ത് 5 മണിക്കൊക്കെ ഉള്ള കാരണം 5 മണി വരെയാണ് നമുക്ക് ടൈം ഉണ്ടെങ്കിൽ അതിന് മുമ്പേ തന്നെ നമ്മൾ നിർത്തിയിട്ടുണ്ടായിരുന്നത്. അതെല്ലാം നമ്മൾ ലാസ്റ്റ് പറയില്ല കലമടച്ചെന്ന്, അതുപോലത്തെ ഒരാളാണ് ഇതായിരിക്കുന്നത്. ലാസ്റ്റ് ആയപ്പോൾ ലാസ്റ്റ് ഡാൻസ് കൊണ്ട് കഴിഞ്ഞപ്പോൾ അവരൊന്നും വരണ്ട, അവിടെ തന്നെ ഇരുന്ന് അവനൊന്ന് മൂഡായിട്ട് വന്നപ്പോഴത്തേക്കും പാട്ടും തീർത്ത് എല്ലാവരും ഇറക്കാറായി. അത്രയും നേരം വരെ അവനൊന്നും കളിക്കണ്ടായിരുന്നു. അതുകൊണ്ടുള്ള ദേഷ്യവും സങ്കടവും ഒക്കെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ BNB എന്ന് വെച്ചാൽ ബാൻഡ് ആൻഡ് ബ്യൂഗ്ലേഴ്സ്, അതാണ് BNB. അപ്പോൾ അവരുടെ BNB കൊളപ്പറമ്പ് 84 ബാച്ചിൻ്റെ റീയൂണിയൻ്റെ വീഡിയോ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരുന്നത്. അത്രയും ഉണ്ടായിരുന്നുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഫുള്ളായിട്ട് കാണുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇനി അടുത്തുള്ള വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ.